പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്രയോ 400 കണ്ടെയ്നറുമായി പോയ ഒരു വലിയ കപ്പൽ എറണാകുളത്തിന് അടുത്ത് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. പൂർണ്ണമായി മുങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് ഒരാഴ്ചയാവും. കണ്ടെയ്നറുകളെല്ലാം വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണ്. കപ്പൽ പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞു. ആ കണ്ടെയ്നർ കടലിൽ കൂടെ ഒഴുകി നടക്കുന്നു. അതിനകത്ത് വിഷമാലിന്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള തർക്കവിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് വീഡിയോയിലൂടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ കണ്ടെയ്നർ കൊണ്ടുപോയ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ നിരന്തരം റീലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയുണ്ട്. ദിവ്യ എസ് അയ്യർ എന്നാണ് IAS ഉദ്യോഗസ്ഥയുടെ പേര്. അവരെ നമ്മൾ നിരന്തരം റീലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിയ്ക്കുന്നത്, നടക്കുന്നത്, നിൽക്കുന്നത്, അവർ ഡാൻസ് ചെയ്യുന്നത്, പാട്ട് ചെയ്യുന്നത്, അവരിങ്ങനെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടുന്നതൊക്കെ നമ്മൾ നിരന്തരം ഇങ്ങനെ റീലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പിണറായി വിജയൻ അവർ അകമഴിഞ്ഞ് പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് ജില്ലാ സെക്രട്ടറി ആയി പോകുമ്പോൾ അയാളെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ്റെ സർക്കാർ 4 വർഷം പൂർത്തിയാകുമ്പോൾ ആ സർക്കാരിൻ്റെ 4 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഗാനം അവർ പാടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരമായി നമ്മൾ ദിവസം 1-2 തവണയെങ്കിലും കാണാൻ നിർബന്ധിതരായിട്ടുള്ള ശ്രീമതി ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന അദാനി പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏത് മാളത്തിലാണ് അവരിപ്പോൾ ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ് അവരുടെ റീലുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ? ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അവരിൽ നിന്നൊരു മറുപടി നമുക്ക് കിട്ടണ്ടേ? ആ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഈ കപ്പലിനുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതോ സംഭവിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കപ്പൽ മറിയാനിടയായതെന്നൊക്കെ സംബന്ധിച്ച് ആധികാരികമായി എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്തരീക്ഷത്തിൽ ചില വിവരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ അദാനി പോർട്ടിൻ്റെതായിട്ടോ അല്ലെങ്കിൽ അദാനി പോർട്ടിൻ്റെ ഈ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഈ റീല് മാത്രം ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വനിതയിൽ നിന്ന് നമുക്ക് ഒരു വിശദീകരണം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ അവസരത്തിൽ എനിക്ക് ഇവരോട് ചില ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ. സുഹൃത്തുക്കളെ, ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്ന 2 വിവരങ്ങൾ, ഈ അദാനി പോർട്ട് ഈ കപ്പൽ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ദിവ്യ എസ് എന്ന് പറഞ്ഞ ഈ ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്ന വാർത്തകളെന്ന് പറയുന്നത്, അതിലൊന്ന് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കണ്ടെയ്നറുമായി പോകുന്ന കപ്പലിൽ ഒരുപാട് കണ്ടെയ്നർ, 400 കണ്ടെയ്നർ ഉണ്ട്. അപ്പം ആ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ള കണ്ടെയ്നറുകളായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെയ്നർ നിറഞ്ഞ കണ്ടെയ്നർ ഉണ്ടാവും. ഓരോ കണ്ടെയ്നറിൽ നിറച്ച് ഉണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെയ്നർ നിറച്ച കണ്ടെയ്നർ ഉണ്ടാവും, പകുതി നിറയ്ക്കപ്പെട്ട കണ്ടെയ്നറുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത ശൂന്യമായിട്ടുള്ള കണ്ടെയ്നറുകളും ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഈ കപ്പലുകളിൽ ഉണ്ടാവുക. അപ്പം അതിൽ ഈ കപ്പലിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി നിറച്ച് വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ അടിയിൽ വെക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഉൽപ്പന്നങ്ങൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ ഏറ്റവും താഴെ, കാരണം അതിനാണല്ലോ ഏറ്റവും വെയിറ്റ് കൂടുതൽ. ആ വെയിറ്റ് കൂടിയിട്ടുള്ള കണ്ടെയ്നറുകൾ താഴെ, ഭാഗികമായി നിറഞ്ഞ കണ്ടെയ്നറുകളും ഒന്നുമില്ലാത്ത കണ്ടെയ്നറുകളും മുകളിൽ, അങ്ങനെ വെച്ചിട്ടാണ് അതിൽ അറേഞ്ച് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്താലേ കപ്പലിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുള്ളൂ. അത് കോമൺ സെൻസ് ആണ്.
എന്നാൽ അതിന് പകരം ശൂന്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ താഴെ വെക്കുകയും നിറച്ച് വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കപ്പലിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കും, അതിൻ്റെ ബാലൻസിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നിറഞ്ഞ കണ്ടെയ്നറുകൾ കപ്പലിൽ ഏറ്റവും താഴെ വെക്കുകയും ഭാഗികമായി നിറഞ്ഞതിൻ്റെ മുകളിലും ശൂന്യമായിട്ടുള്ളത് കണ്ടെയ്നറുകൾ ഏറ്റവും മുകളിലും, അങ്ങനെയാണ് സാധാരണഗതിയിൽ കപ്പലുകൾ അറേഞ്ച് ചെയ്യുക. എന്നാൽ കണ്ടെയ്നറുകൾ കപ്പലുകളിൽ അറേഞ്ച് ചെയ്യുക. എന്നാൽ ഈ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രായോഗിക പ്രശ്നമുണ്ട്. ആ പ്രായോഗിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ പ്രായോഗിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പണികളുണ്ട്. കാരണം എന്താണ്? ആദ്യം ശൂന്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ ഇറക്കണം, അത് കഴിഞ്ഞ് ഭാഗികമായി ശൂന്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ ഇറക്കണം, അതിൻ്റെ താഴെയാണ് നിറഞ്ഞ് ഉൽപ്പന്നങ്ങളുള്ള കണ്ടെയ്നറുകൾ ഇറക്കേണ്ടി വരും. അപ്പോൾ ഇറക്കുന്ന പണി ഭയങ്കര ദുരിതപൂർണമായിരിക്കും, അതിന് വലിയ ചെലവുമായിരിക്കും. അപ്പം ആ ചെലവ് ഒഴിവാക്കാൻ വേണ്ടി പല തുറമുഖങ്ങളിലും നിറച്ച് ഉൽപ്പന്നങ്ങളുള്ള കണ്ടെയ്നറുകൾ മുകളിൽ വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. കാരണം നിറച്ച കണ്ടെയ്നർ മുകളിൽ വെക്കുകയാണെങ്കിൽ ആ നിറച്ച കണ്ടെയ്നർ മാത്രം ഇറക്കി വെച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ വിദഗ്ധന്മാരുടെ ഇടയിലുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ രീതിയിലായിരുന്നോ ഈ മുങ്ങിപ്പോയ കപ്പലുകളിൽ കണ്ടെയ്നറുകൾ അറേഞ്ച് ചെയ്തത്? കാരണം ഈ കപ്പലിൽ കണ്ടെയ്നർ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഈ പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും കൂടെ ചേർന്നിട്ടാണ്, തൊഴിലാളികളൊക്കെ കൂടെ ചേർന്നിട്ട്. അപ്പോൾ പോർട്ടിൽ ഉള്ള ജീവനക്കാർക്ക് അറിയാതെ ഇങ്ങനെ കണ്ടെയ്നർ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. കാരണം അങ്ങനെ അറേഞ്ച് ചെയ്താൽ കപ്പലിൻ്റെ സന്തുലിതാവസ്ഥ പോകും. അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടാണോ ഈ കപ്പൽ മറിഞ്ഞത് എന്നുള്ള സംശയം ഇപ്പോൾ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഈ അയ്യരുടെ മറുപടി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ അയ്യരുടെ പ്രധാനപ്പെട്ട പണി റീലുകളാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റീലുകളും കാണുന്നില്ല. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ദിവ്യ.എസ്. അയ്യർ എന്ന് പറയുന്ന ഈ വനിത ഇത് സംബന്ധിച്ചൊരു നിലപാട് പറയണം. കാരണം കുറച്ച് ദിവസമായി ഇത് മുങ്ങിയിട്ട്, അതിനെക്കുറിച്ചൊരു നിലപാട് പറയണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, കൃത്യമായി ഉറപ്പിച്ചില്ലെങ്കിൽ, അതായത് കൃത്യമായി ഉറപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷുബ്ധമായ കടലിൽപ്പെട്ട് കപ്പൽ ആടി ഉലയാൻ സാധ്യതയുണ്ട്. ലോക്കിൻ്റെ തകരാർ കാരണം അടിഭാഗം കൊണ്ട് കണ്ടെയ്നർ ഉലഞ്ഞു തുടങ്ങുമ്പോൾ വശങ്ങളിൽ നിന്ന് കെട്ടി ഉറപ്പിച്ചിട്ടുള്ള സ്റ്റീൽ റോഡുകൾ പൊട്ടിമാറിയും അപകടമുണ്ടാവാം. കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കപ്പൽ തീരം വിടാറുള്ളത്. എന്നാൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ കെട്ടിമുറുക്കിയിട്ടാണോ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിലേക്ക് കപ്പലിനെ വിട്ടത് എന്നുള്ള സംശയവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ കപ്പൽ മറിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി പോർട്ടിൻ്റെ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം വളരെ ഗൗരവമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ആരോപണങ്ങളായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അദാനി പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് അതിനുള്ള മറുപടികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. റീലുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള മറുപടി അദാനി പോർട്ടിലെ അധികൃതർ പെട്ടെന്ന് തന്നെ നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതങ്ങനെ നൽകിയില്ല എന്നുള്ളെങ്കിൽ ഈ റീലെടുക്കുന്ന ഈ IAS ഉദ്യോഗസ്ഥ അവരുടെ ചുമതലയും ഉത്തരവാദിത്വമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാവും. അതുകൊണ്ട് ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ ദിവ്യ.എസ്. അയ്യർ എന്ന് പറയുന്ന ഈ അദാനി പോർട്ടിലെ മാനേജിംഗ് ഡയറക്ടർക്ക് ചുമതലയുണ്ട് എന്നാണ് എനിക്ക് അവരോട് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്.